നമസ്കാരം. എൻ്റെ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മലയാളത്തിലെ പ്രശസ്ത കവയിത്രിയായ ബാലാമണി അമ്മയുടെ ഊഞ്ഞാലിന്മേൽ എന്ന കവിതയുമായാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. തൃശ്ശൂർ ജില്ലയിലെ നാലപ്പാട്ട് തറവാട്ടിൽ 1909 ജൂലൈ 1 ബാലാമണി അമ്മ ജനിച്ചത്. മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നു ബാലാമണി അമ്മ. അമ്മ, കുടുംബിനി, പ്രഭാങ്കുരം, കളിക്കൊട്ട, പ്രണാമം, മഴുവിൻ്റെ കഥ, വെയിലാറുമ്പോൾ, മാതൃഹൃദയം തുടങ്ങിയവ പ്രധാന കൃതികളാണ്. ബാലാമണി അമ്മയുടെ കവിതകൾ പരമ്പരാഗതമായ വ്യവഹാരങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതിൽ നിന്ന് വ്യത്യസ്തമായ സ്ത്രീ സ്വത്വം നിർമ്മിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ്. പ്രത്യക്ഷത്തിൽ പാരമ്പര്യലംഘിയും സ്ത്രീവാദപരവുമായ എഴുത്ത് കൊണ്ടുവരുവാൻ ബാലാമണി അമ്മയ്ക്ക് സാധിച്ചു. ദേശീയത, ഭക്തി, ദാർശനികത എന്നിവയെല്ലാം അവരുടെ കവിതകളിൽ കണ്ടുവരുന്നു. 1946 പുറത്തിറങ്ങിയ കവിതാ സമാഹാരമാണ് ഊഞ്ഞാലിന്മേൽ. 18 ചെറുഭാവകാവ്യങ്ങളുടെ സമാഹാരമാണ് ഈ കൃതി. 1940കളിൽ ലോകത്തും ഭാരതത്തിലും കേരളത്തിലും പ്രതിധ്വനിച്ചിരുന്ന സാഹിത്യവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ആദർശങ്ങൾ കവയിത്രിയുടെ ഭാവനാലോകത്തെ ഉദ്ദീപ്തമാക്കിയിരിക്കുന്നതായി അനുഭവപ്പെടും. ഊഞ്ഞാലിന്മേൽ എന്ന കവിത മറ്റെല്ലാ കവിതകളുടെയും അന്തർഭാവത്തിലേക്ക് വെളിച്ചം പകരുന്ന ഒന്നാണ്. മുന്നോട്ടും പിന്നോട്ടും ആടുന്ന ഊഞ്ഞാൽ പ്രാചീന കാലം തൊട്ടേ മനുഷ്യ ശിശുക്കളെ ഹരം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന വിനോദോപാധിയാണ്. ഊഞ്ഞാലിൻ്റെ വേഗത കൂടുന്തോറും സന്തോഷം വർദ്ധിക്കുകയും അനിർവചനീയമായ ഭീതി ഉള്ളിൽ നിറയുകയും ചെയ്യും. എത്താക്കൊമ്പത്ത് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വഴുതി വീഴാനും സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ആനന്ദവും ഭീതിയും അപകടവും ഒത്തുചേർന്ന ഒരു ഊഞ്ഞാലാട്ടമാണ് ജീവിതം എന്നുമാണ് കവയിത്രി പറയുന്നത്. ജീവിതത്തിൽ സമ്പത്തും സൗഭാഗ്യവും തേടി മനുഷ്യൻ പരക്കം പായുമ്പോൾ ചിലപ്പോൾ വിജയം, ചിലപ്പോൾ തുടങ്ങിയിടത്തേക്ക് ഒന്നും ലഭിക്കാതെ മടങ്ങിയെത്തുന്നു. വീണ്ടും സുഖം തേടി സാഹസികതയ്ക്ക് വേണ്ടി ജീവിത സമരം തുടരുന്നു. മതിവരാത്ത ഓട്ടവും വിശ്രമവും വീഴ്ചയും തന്നെ കാലവും ജീവിതവും. വാനിൽ നിന്നെത്തുന്നു ദിവ്യഭോഗങ്ങളെ പൂനിലാവിൽ പൊതിഞ്ഞേന്തും രാത്രി. ആലിൻ്റെ കൊമ്പുകൾ തോറും കൊഴിഞ്ഞു വീണാലസിപ്പൂ നറും വൈരക്കൽകൾ. ആടുകൻ ഊഞ്ഞാലേ മുന്നോട്ട്, അവയെ ഞാൻ ആശുപോയി വാരുവാൻ കൈ നിറയെ. ഈ കവിതാ സമാഹാരത്തിലെ മറ്റൊരു കവിതയാണ് പ്രേമോപഹാരം. പ്രിയതമനു വേണ്ടി ഭക്തിയും സ്നേഹവും ഭാവനയും കലാവാസനയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരു തൂവാല തുന്നുകയാണ് കാമിനി. തൻ്റെ മനസ്സിൻ്റെ സങ്കല്പം മുഴുവൻ അതിൽ പകർത്താനുണ്ട് കാമുകിക്ക്. എന്നാൽ തൻ്റെ വിരൽപ്പാട് പോലും ആ ഉറുമാലിൽ കളങ്കം പൂശാൻ പാടില്ല. പ്രപഞ്ചത്തിൻ്റെ ഭംഗി മുഴുവൻ ഉറുമാലിൽ പകരാൻ രാപകൽ യത്നിക്കുന്നു. ഈ കർമ്മം വേദനാകരമാണ്. പക്ഷേ ഈ വേദന തനിക്ക് ആനന്ദമാണെന്ന്. എങ്കരം കുഴയുന്നു മങ്ങലേൽക്കുന്നു കണ്ണിനെങ്കിലും മനസ്സിതിലൊന്നിലേ രമിക്കുന്നു എന്നാണ് കവയിത്രി പറഞ്ഞു വെക്കുന്നത്. ബാലാമണി അമ്മയുടെ കവിതകളിലെല്ലാം തന്നെ ദാർശനികമായ ഘടകങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ദാർശനികതയ്ക്ക് ഊന്നൽ നൽകി രചിച്ച ചില കവിതകളും ഈ സമാഹാരത്തിൽ ഉണ്ട്. അന്ത്യശയ്യയിൽ എന്ന കവിത മരണത്തിൻ്റെ ദർശനമാണെന്ന് പറയാം. മഹാകവി ടാഗോറിനെ പോലുള്ള മഹാത്മാക്കൾ തൻ്റെയും തൻ്റെ കാലഘട്ടത്തിൻ്റെയും മനസ്സിനെയും സങ്കല്പത്തെയും രൂപപ്പെടുത്തിയവരാണ്. അത്തരം മഹാത്മാക്കൾ മരണത്തിലേക്ക് മടങ്ങുമെങ്കിലും അവർ എന്നും മനുഷ്യ സമുദായത്തെ നയിച്ചുകൊണ്ട് യശശരീരരായി ജീവിക്കും. ടാഗോറിനെ പോലുള്ള മഹാത്മാക്കളുടെ സമകാലികയായിട്ട് ജീവിച്ചിരുന്നതിനാൽ ബാലാമണി അമ്മയ്ക്കും അവരുടെ ദാർശനിക സങ്കല്പങ്ങൾ ദാർശനികതയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്, വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ആരുടെ കായം ധർമ്മമൂർത്തിതൻ ജ്യോതിർനാളം, ആരുടെ വാക്ക് ഓരോന്നും സത്യത്തിൻ ഹൃൽസ്പന്ദനം, ആരുടെ ചിത്തം പരമാനന്ദത്തിൽ പ്രതിബിംബമാ മഹാൽ ശാശ്വൽ ഗുണവിഗ്രഹാൻ ജീവിക്കുന്നു. പ്രേമവും നന്മയും നവഭാവനയും കൊണ്ട് സമാധാനപൂർണമായ ലോകം സൃഷ്ടിക്കാൻ യുവാക്കൾക്ക് കഴിയും. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ലോകമാകുന്ന മഹാതറവാട്ടിലേക്ക് ഇറങ്ങാനുള്ള ചെറുപടികളാണ് ഓരോരുത്തരുടെയും വീടുകൾ. ഇങ്ങനെ ഈ ബാലാമണി അമ്മയുടെ ഈ കവിതാ സമാഹാരത്തിലെ ഓരോ കവിതകളും വളരെ ദാർശനികതയും തത്വചിന്തയും തുളുമ്പുന്ന കവിതകളാണ്. 2004 സെപ്റ്റംബർ 29 ബാലാമണി അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കേൾക്കുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.